മെച്യൂർഡ് പേഴ്സണാലിറ്റി നമ്മളെപ്പോഴും പറയുമല്ലേ, എനിക്ക് മെച്യൂരിറ്റി വന്നു, അല്ലെങ്കിൽ അദ്ദേഹം വളരെ ഒരു മെച്യൂർ ആയിട്ടുള്ള പേഴ്സണാണ്, മെച്യൂർ ബിഹേവിയറാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനു ബേസ് ചെയ്തിട്ടാണ്? എന്താണ് ഒരു മെച്യൂർഡ് പേഴ്സണാലിറ്റി? സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് മെച്യൂർഡ് പേഴ്സണാലിറ്റി എന്താണെന്ന്. സോ സൈക്കോളജിയിലും വ്യക്തിത്വ വികസന പഠനങ്ങളിലും മെച്യൂർഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പക്വതയാർന്ന വ്യക്തിത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. സോ ഇതിലെന്താണ് പറയുന്നത്? ഗോർഡൻ ആൽപോർട്ട് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് ആദ്യം പറയുന്നത്. ഗോർഡൻ ആൾപോർട്ടിൻ്റെ സിദ്ധാന്തമാണ്. മെച്യൂർഡ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഏറ്റവും കൃത്യമായ പഠനം നടത്തിയത് ഗോർഡൻ ആൽപോർട്ടാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പക്വതയാർന്ന വ്യക്തിത്വമുള്ള ഒരാൾക്ക് താഴെ പറയുന്ന 6 സവിശേഷതകൾ ഉണ്ടായിരിക്കും. സ്വയം വ്യാപിപ്പിക്കാനുള്ള കഴിവ്, അതായത് എക്സ്റ്റൻഷൻ ഓഫ് ദി സെൻസ് ഓഫ് സെൽഫ്. അതായത് ഇങ്ങനെയുള്ളവർ സ്വന്തം കാര്യങ്ങളിൽ മാത്രമല്ല, കുടുംബം, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവരുടെ ക്ഷേമത്തിലും താല്പര്യമുള്ളവരായിരിക്കും. സ്വയം വ്യാപിപ്പിക്കാനുള്ള കഴിവ്, എക്സ്റ്റൻഷൻ ഓഫ് ദി സെൻസ് ഓഫ് സെൽഫ്. ഇങ്ങനെയുള്ളവർ സ്വന്തം കാര്യങ്ങളിൽ മാത്രമല്ല, കുടുംബം, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവരുടെ ക്ഷേമത്തിലും താല്പര്യമുള്ളവരായിരിക്കും. മറ്റുള്ളവരോട് ഊഷ്മളമായി പെരുമാറുക, അതായത് വാം റിലേറ്റിംഗ് ടു സെൽഫ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് അസൂയയോ കുശുമ്പോ ഇല്ലാതെ സഹാനുഭൂതിയോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ ഇവർക്ക് കഴിയും. ഇനി വൈകാരിക സുരക്ഷിതത്വം, ഇമോഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെൽഫ് അക്സെപ്റ്റൻസ്. സ്വന്തം പരിമിതികളെയും കുറവുകളെയും ഇവർക്ക് നന്നായി അറിയാം. പെട്ടെന്ന് നിരാശപ്പെടാതെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും. ഇമോഷണൽ ടോളറൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്പമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ വൈകാരിക സുരക്ഷിതത്വം, അതായത് സെൽഫ് അക്സെപ്റ്റൻസ് ഉള്ള വ്യക്തിയാണ്. സ്വന്തം പരിമിതികളെയും കുറവുകളെയും ഇവർക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് നിരാശപ്പെടാതെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്തത് റിയലിസ്റ്റിക് പെർസെപ്ഷൻ, യാഥാർത്ഥ്യബോധം. അതായത് കാര്യങ്ങളെ ഭാവനയിലോ വിഭ്രാന്തിയിലോ കാണാതെ അവയെ കൃത്യമായ യാഥാർത്ഥ്യത്തോടെ സമീപിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവർക്ക് കഴിവുണ്ടാവും. അപ്പോൾ യാഥാർത്ഥ്യബോധം അല്ലെങ്കിൽ റിയലിസ്റ്റിക് പെർസെപ്ഷൻ എന്താണ്? കാര്യങ്ങളെ ഭാവനയിലോ വിഭ്രാന്തിയിലോ കാണാതെ അവയെ കൃത്യമായി യാഥാർത്ഥ്യത്തോടെ സമീപിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവർക്ക് കഴിവുണ്ടാവും. ഇനി സ്വയം തിരിച്ചറിവും തമാശ രൂപേണ കാണാനുള്ള കഴിവും. സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ, ഇൻസൈറ്റ് ആൻഡ് ഹ്യൂമർ. സ്വന്തം പ്രവർത്തികളെ കൃത്യമായി വിലയിരുത്താനും സ്വന്തം പരാജയങ്ങളെ പോലും തമാശയായി കണ്ട് മുന്നോട്ട് പോകുവാനും ഇവർക്ക് കഴിയും. ഏകീകൃതമായ ജീവിത തത്വശാസ്ത്രമാണ് അടുത്തത്. യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ്. ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യവും മൂല്യബോധവും ഇവർക്കുണ്ടായിരിക്കും. വാല്യൂവും ഗോൾസും ആർക്കുണ്ടായിരിക്കും? ഈ മെച്യൂർഡ് പേഴ്സണാലിറ്റിക്ക് ഉണ്ടായിരിക്കും. ഇനി മറ്റ് പ്രമുഖ സൈക്കോളജിസ്റ്റുകളുടെ കാഴ്ചപ്പാടുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വ്യക്തമായിട്ട് അതിനെ മനസ്സിലാക്കിയിരിക്കുന്നതും അതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു 6 സവിശേഷതകൾ തന്നിരിക്കുന്നതും ഗോർഡൻ ആൽപോർട്ടാണ്. അതുകൂടാതെ മറ്റു കുറച്ച് സൈക്കോളജിസ്റ്റ് ഇതിനെപ്പറ്റി പഠിക്കുകയും അതിൽ അവരുടെ കാഴ്ചപ്പാടുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കാൾ റോജേഴ്സ് ആണ് അതിലൊരാൾ. അദ്ദേഹം മെച്യൂർഡ് പേഴ്സണാലിറ്റിയെ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി എന്ന് വിളിച്ചു. അതായത് അനുഭവങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക, സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി അടുത്തത് എബ്രഹാം മാസ്ലോ. ഇദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം, അതായത് നീഡ് ഹയറാർക്കി തിയറി പ്രകാരം ഏറ്റവും ഉയർന്ന ഘട്ടമായ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് സ്വയം സാക്ഷാത്കാരം നേടിയ വ്യക്തികളാണ് യഥാർത്ഥ പക്വതയാർന്ന വ്യക്തിത്വമുള്ളവർ. അതായത് ഇദ്ദേഹത്തിൻ്റെ നീഡ്സ് ഓഫ് ഹയറാർക്കിയിൽ ഏറ്റവും ഉയർന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ഉയർച്ചയിലേക്ക് എത്തിയ വ്യക്തികളെയാണ് ഇദ്ദേഹം പക്വതയാർന്ന വ്യക്തിത്വമുള്ളവരായിട്ട് കണക്കാക്കുന്നത്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡ്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്നേഹിക്കാനും ജോലി ചെയ്യാനുമുള്ള കഴിവാണ് ടു ലവ് ആൻഡ് ടു വർക്ക് പക്വതയുടെ ഏറ്റവും വലിയ ലക്ഷണം. ഈഗോ എന്ന ഘടന, സൂപ്പർ ഈഗോ എന്നിവയെ കൃത്യമായി നിയന്ത്രിക്കുമ്പോൾ പക്വത കൈവരുന്നു. അതായത് ഈഗോ, സൂപ്പർ ഈഗോ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളതാണ്. ഈഗോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ
ഒരു മിഡിലുള്ള ഒരു ബിഹേവിയർ. ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്വാർത്ഥമായിട്ടുള്ളത്. സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ എനിക്കൊന്നും വേണ്ട, മറ്റേ ആൾക്കെല്ലാം കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ ഈഗോ, ഇഡ്, സൂപ്പർ ഈഗോ ഇതിനെ മൂന്നിനെയും കൃത്യമായിട്ട് നിയന്ത്രിക്കുമ്പോൾ ആണ് പക്വത കൈവരുന്നത്. ഇനി എറിക് എറിക്സൺ ഇദ്ദേഹത്തിൻ്റെ മനസാമൂഹിക വികസന സിദ്ധാന്ത പ്രകാരം, അതായത് സൈക്കോ സോഷ്യൽ തിയറി പ്രകാരം, എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ തിയറി പ്രകാരം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈഗോ ഇൻറ്റഗ്രിറ്റി, സമഗ്രത, അതാണ് ശരിക്കും പക്വതയാർന്ന വ്യക്തിത്വത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. സോ എറിക് എറിക്സൺ ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തതാണ് സൈക്കോ സോഷ്യൽ തിയറി. ഇതിലെ അവസാന ഘട്ടമാകുമ്പോൾ ഉണ്ടാകുന്ന പക്വതയാർന്ന വ്യക്തിത്വമാണ്, പക്വതയാർന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കും മെച്യൂർഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇനി പക്വതയാർന്ന വ്യക്തിത്വമുള്ളവർ ആന്തരിക നിയന്ത്രണമുള്ളവരായിരിക്കും. അതായത് സ്വന്തം വിജയപരാജയങ്ങളുടെ ഉത്തരവാദിത്വം അവർ മറ്റുള്ളവരുടെ മേൽ ചാരില്ല. ഇവർക്ക് ഉയർന്ന തോതിലുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ ഇവർക്ക് വൈകാരിക വഴക്കമുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്.